ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് അവിടെ കാണുന്നു. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം മരണം കൊണ്ടുള്ളതായ നേട്ടം ആണ്. ഗെയിൻസ് ത്രൂ ദ ഡെത്ത്. വാട്ട് ആർ ദ ഗെയിൻസ് ത്രൂ ദ ഡെത്ത്? മരണം കൊണ്ടുള്ളതായ നേട്ടങ്ങളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ലോകത്തിൽ ജനിച്ചിരിക്കുന്നതായ സകല മനുഷ്യരും മരിക്കും എന്നുള്ളത് ഒരു നിശ്ചയമായ കാര്യമാണ്. അപ്പോൾ തന്നെ മരണത്തെ ഭയപ്പെടുന്നതായ ഒരു കൂട്ടരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മരണത്തെ ഭയമില്ല എന്ന് അവകാശപ്പെടുന്നവരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ മരണം കൊണ്ടുള്ളതായ നേട്ടങ്ങളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അപ്പോൾ മരണത്തെ കൊണ്ടുള്ളതായ നേട്ടത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തിരുവചനം മരണത്തെപ്പറ്റി പറയുന്നതായ കാര്യങ്ങളെപ്പറ്റി, അതായത് മരണത്തെപ്പറ്റി എന്തു പറയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 116-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരു യഹോവ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നുള്ളതാണ്. എന്നാൽ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മരണം ഒരു വേർപിരിയലായിട്ട് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വെളിച്ചം അർദ്ധരാത്രി പോലെ ഉള്ളതായ സ്ഥലമാണ് മരണമെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 30-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകലരും ചെന്നു ചേരുന്ന വീടാണ് ആയിട്ട് അതിനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സങ്കീർത്തനം 13-3 പറയുന്നത്, ഡെത്ത് ഈസ് ലൈക്ക് എ സ്ലീപ്പിംഗ് എന്നാ പറയുന്നത്. ഉറക്കം പോലെയാണ് മരണമെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 89-ാം സങ്കീർത്തനം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് അത് നിശ്ചയമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ മരണമെന്ന് പറയുന്നതായ യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിലുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതിയെ പറ്റിയാണ്, അല്ലെങ്കിൽ മരണം കൊണ്ടുള്ള നേട്ടങ്ങളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം മരണത്തെ ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ ആയിട്ടാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ മരണത്തെ പറ്റിയുള്ളതായ നിർവചനങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ഇമ്മറ്റീരിയൽ പാർട്ടായ സ്പിരിറ്റ്, സോളും വേർപെടുന്ന പ്രക്രിയയാണ് മരണമെന്ന് ഒരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ശരീരത്തിൽ നിന്ന് ഇമ്മറ്റീരിയൽ പാർട്ടായിരിക്കുന്നതായ സ്പിരിറ്റും സോളും വേർപെടുന്ന പ്രക്രിയയാണ് മരണമെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, നിർവചിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണും. ഇന്ന് പകൽക്കാലം പ്രൈസോല, എനിക്കറിയാം നമ്മുടെ സൺഡേ ആരാധനയാണ്. അതിനകത്ത് ഈ പ്രത്യേക വിഷയമെടുക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചത്, ചിലർക്ക് ഇതിനെപ്പറ്റി, ഇതിൽ കൊണ്ടുള്ളതായ നേട്ടങ്ങൾ എന്താണെന്ന് വ്യക്തി ജീവിതങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒന്നാമതായിട്ട് പറയുന്നത് 1 കൊരിന്ത്യരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വചനത്തിൽ
ഇതുകൊണ്ടുള്ളതായ നേട്ടത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യരുടെ പുസ്തകം 15:49. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഡെത്ത് കൊണ്ടുള്ളതായ, മരണം കൊണ്ടുള്ളതായ ഒന്നാമത്തെ നേട്ടമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കണമെന്നുള്ളതായ ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം മരണത്തെ നിയമിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. One of the benefit we have through the death is that we should wear the heavenly image. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം എന്തു ചെയ്യണം? സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം. അപ്പോൾ അവിടെ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ആരാണ് മണ്ണുകൊണ്ടുള്ളവൻ, ആരാണ് സ്വർഗീയനെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? 1 കൊരിന്ത്യരുടെ പുസ്തകം അതേ അധ്യായത്തിൽ അതിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആരാണ് മണ്ണുകൊണ്ടുള്ളവൻ, ആരാണ് സ്വർഗീയനെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. അപ്പോൾ രണ്ടാമത്തെ മനുഷ്യനെ പറ്റി അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്നുള്ളതാണ്. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാണ്. അതായത് മാനവരാശിയുടെ ഉൽപ്പത്തി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം അവിടെ കാണുന്നത്, വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ദൈവം മനുഷ്യനെ എപ്രകാരം സൃഷ്ടിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതിയതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇവിടെ കൊരിന്ത്യ ലേഖനം മരണം കൊണ്ടുള്ളതായ നേട്ടങ്ങളെ പറ്റി വിവരിക്കുമ്പോൾ ഒന്നാമത്തെ നേട്ടമായിട്ട് എടുത്തു പറയുന്നത്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദത്തെ ദൈവം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ഒന്നാം മനുഷ്യനായ ആദത്തിന്റെ ഇമേജ് അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നാം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കണം. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചവരാ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അതിനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുവനിൽ നിന്ന് മാനവരാശിയെ മുഴുവൻ എന്ത് ചെയ്തു? ഉളവാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യരും
മണ്ണുകൊണ്ടുള്ള ആദത്തിന്റെ പ്രതിമ ധരിച്ചതുപോലെ, അല്ലെങ്കിൽ ആദത്തിന്റെ ഇമേജ് വഹിച്ചതുപോലെ, ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രൈസലം മരണത്തിലൂടെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദം മണ്ണുകൊണ്ടുള്ളവനാ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ ഛായ ധരിച്ചതുപോലെ, അവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. അതിനു വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? മരണത്തെ നിയമിച്ചത്. അപ്പോൾ മരണം കൊണ്ടുള്ളതായ നേട്ടമെന്ന് പറയുന്നത് സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും മരണം പ്രാപിക്കേണ്ടത്, അല്ലെങ്കിൽ മരണം അനുഭവിക്കേണ്ടത്, മരണത്തെ നേരിടേണ്ടത് ബൈബിൾ പ്രകാരം അനിവാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വർഗീയന്റെ പ്രതിമ നാം ധരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്കറിയാം, സ്വർഗീയനുമുണ്ട്. ഇവിടെ പറയുന്നത് മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കണം. ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാം മണ്ണുകൊണ്ടുള്ളവനാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ ആദം എന്ന് പറയുന്നത് അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ എവിടെയുള്ളവനാണ്? സ്വർഗീയനായിട്ടാണ് അവനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാദം. ഒന്നാമത്തെ ആദം മണ്ണുകൊണ്ടുള്ളവൻ, ഒടുക്കത്തെ ആദമായിരിക്കുന്നത് ലാസ്റ്റ് ആദം. പ്രൈസ് ദി ലോർഡ്. അവനെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ സ്വർഗീയനാണ് എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കണം. മണ്ണുകൊണ്ടുള്ളവന്റെ ജനനത്തിനും സ്വർഗീയന്റെ ജനനത്തിനുമായിട്ട് വ്യത്യാസമുണ്ടായിരുന്നു. ഒരുവൻ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ മറ്റൊരുത്തൻ മാംസരക്തങ്ങളുടെയോ ജഡരക്തങ്ങളുടെ യാതൊരു ഇച്ഛയ്ക്ക് കീഴടങ്ങിയവനായിട്ടല്ല ഈ ലോകത്തിൽ ജനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ പറയുന്നത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തുവിന്റെ ജനനം അതാണ്. മാംസരക്തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജനിച്ചവനല്ല സ്വർഗീയൻ. പിന്നെയോ അവൻ പിതാവായ ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജനിച്ചവനാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഗബ്രിയേൽ മാലാഖ വന്ന് മറിയത്തോട് സംസാരിക്കുന്നതും മറിയ അതിന് കൊടുക്കുന്ന റിപ്ലൈയും വായിക്കുമ്പോൾ, മറുപടിയും കാണുമ്പോൾ നമുക്കിത് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം അധ്യായം അതിൻ്റെ 33, 34, 35 വാക്യം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. ദ ഗബ്രിയേൽ മാലാഖ എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. There we can see the Holy Spirit of God recorded the birth of Lord Jesus Christ right there. The angel Gabriel came and spoke with Mary, and we are seeing that the what reply she had given to that angel. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും. 35-ാമത്തെ വാക്യത്തിൽ ദൂതൻ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സെക്കൻഡ് ആദമായിരിക്കുന്നതായ, അല്ലെങ്കിൽ സ്വർഗീയന്റെ പ്രതിമ നാം ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിമ നാം ധരിക്കണം. അതിന് മരണം അനിവാര്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, മരണം കൊണ്ടുള്ളതായ ഒന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസലം, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കണം. അതിനായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? മരണത്തെ നിയമിച്ചിരിക്കുന്നു. പ്രൈസല, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് we have through the death is that we should wear the heavenly image. We should wear the heavenly image. That is the purpose behind the death. Praise the Lord. മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അടുത്തത് സെക്കൻഡ്, രണ്ടാമത്തെ നേട്ടം, മരണം കൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് 15-50 വചനം ഒന്ന് വായിച്ചാട്ടെ. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 15 വേഴ്സ് 50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഈ ദ്രവത്വം അവിടെ അവകാശം, ഈ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ഇംഗ്ലീഷിൽ 50 ആ. What I mean, brothers, is that what I made of flesh and blood cannot share. Flesh and blood cannot inherit the kingdom of God. മാംസരക്തങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റത്തില്ല? ദൈവരാജ്യത്തെ അവകാശമാക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദൈവരാജ്യത്തെ അവകാശമാക്കണമെങ്കിൽ ഈ ജഡരക്തങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകണം. ആ ജഡരക്തങ്ങൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ മരണത്തെ നേരിടേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: The blood and flesh cannot inherit the kingdom of God. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവരാജ്യത്തെ പ്രവേശിക്കുവാൻ, ദൈവരാജ്യം അവകാശമാക്കുവാൻ നമ്മുടെ ജഡശരീരങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരണം കൊണ്ടുള്ളതായ രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ ദൈവരാജ്യത്തെ അവകാശമാക്കണം. എങ്ങനെ അവകാശമാക്കണം? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നതാണ് ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ, അല്ലെങ്കിൽ മാംസരക്തങ്ങൾക്ക് ഹല്ലേലൂയ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയത്തില്ല. ദാറ്റ് ഈസ് ട്രൂ. അവിടെ എബ്രായ ലേഖനക്കാരൻ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയെന്ന. നോക്കണമേ, വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി മരണത്തിലൂടെ, അല്ലെങ്കിൽ മരണത്തിലൂടെ, മരണം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, മാംസരക്തങ്ങളോട് കൂടിയ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതായ മാനവരാശിയെ പ്രൈസ് ദി ലോർഡ് അവർ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവരുടെ മാംസരക്തങ്ങൾ കൊണ്ട് അവർക്കത് നേടുവാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയവനായ കർത്താവ് പ്രൈസ് ദി ലോർഡ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താലെ നീക്കിയെന്ന.
ഇവിടെ ഇംഗ്ലീഷ് വേർഡ്സ് നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് കനോട്ട് ഇൻഹെറിറ്റഡ് എന്നാ. ഇൻഹെറിറ്റഡ് എന്ന ഇംഗ്ലീഷ് പദം, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃത്വത്തിൻ്റെ അവകാശം, അല്ലെങ്കിൽ പരമ്പരാഗതമായി ലഭിക്കുന്ന അവകാശം, അനന്തരാവകാശം എന്നൊക്കെയാണ് ആ വേർഡിന് പ്രൈസലം നാം കാണുന്നതായ മീനിങ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതാ. ഒന്നിലത് പിതൃപാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തായിരിക്കാം. അതിനെയാണല്ലോ നമ്മൾ പരമ്പരാഗതമായി ലഭിക്കുന്നത്, പാരമ്പര്യമായി ലഭിക്കുന്നത്, അനന്തരാവകാശികൾക്ക് കൈമാറുന്നത്. ഇവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം, അവകാശം കൊടുത്ത ദൈവമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവ മകനായി ദൈവ മകളായി തീർന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവവചനം പറയുക, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജഡത്തിനൊരു മാറ്റമുണ്ടാകണം, ഈ മാംസരക്തങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റത്തുള്ളൂ? യു ക്യാൻ ഇൻഹെറിറ്റഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. With the flesh and blood, with this human body, you cannot inherit in the kingdom of God. So the Bible says that through the death, what God is intention, what God has intended here means you and I become a resurrected person. നാം ദൈവവചന പ്രകാരം ഒരു ഉയർപ്പിന് പാത്രീഭൂതരായി തീരണം. നാം ദൈവവചന പ്രകാരം നമ്മുടെ ജഡരക്തങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റുന്നത്? ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയത്തില്ല. Praise the Lord. The flesh and blood cannot inherit the kingdom of God. Praise the Lord. മാംസരക്തങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റത്തില്ല? ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയത്തില്ല. പാരമ്പര്യമായ സ്വത്ത് ലഭിക്കുന്നതിനെ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അനന്തരാവകാശം ലഭിക്കുന്നതിനെ ഇൻഹെറിറ്റൻസ് എന്ന പദമാണ് സൂചിപ്പിക്കുന്നത്. പിന്തുടർച്ചാവകാശം ലഭിക്കുന്നതിന് ഇൻഹെറിറ്റൻസ് പറയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പിന്തുടർച്ചാവകാശം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. കാരണം ദൈവരാജ്യം ഞാനും നിങ്ങളും അവകാശമാക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ മരണമെന്ന് പറയുന്നത് പ്രൈസലോ വെറും വേർപാടല്ല. പ്രൈസലോ അതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ മരണം കൊണ്ടുള്ളതായ സെക്കൻഡ് ഗെയിൻ എന്ന് പറയുന്നത് God has some certain plan and purpose about death. His word says that we have to inherit the kingdom of God. നാം മാംസരക്തങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചതായി, ജഡരക്തങ്ങൾക്ക് മാറ്റമുണ്ടായവരായി, അല്ലെങ്കിൽ സ്വർഗീയനായിരിക്കുന്ന യേശു കർത്താവിന്റെ പ്രതിമയെ ധരിച്ചവർ സെക്കൻഡായിട്ട് നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവരാജ്യത്തെ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി. മൂന്നാമതായിട്ട് എന്തിനു വേണ്ടി? മരണം കൊണ്ടുള്ളതായ മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ഹല്ലേലൂയ. അതിൻ്റെ 52-ാമത്തെ വാക്യം, 1 Corinthians 15:52. അവിടെ പറയുന്നത് എന്താ? ക്ഷയമില്ലാത്ത ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി. ടു അറ്റൈൻ എ ബോഡി വിത്തൗട്ട് ഡിക്കേ. ടു അറ്റൈൻ എ ബോഡി വിത്തൗട്ട് ഡിക്കേ. പ്രൈസ്. ഒരു ക്ഷയമില്ലാത്തതായ, നശിക്കാത്തതായ ഒരു ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? മരണം നേരിടേണ്ടതായിട്ടുണ്ട്.
പ്രൈസ് ദി ലോർഡ്. മരണത്തെപ്പറ്റി, അതാണ് മരണം കൊണ്ടുള്ള മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്ഷയിക്കുന്ന, നമുക്കറിയാം നമ്മുടെ ശരീരം ക്ഷയിക്കുന്നതാണ്, നമ്മുടെ ശരീരം ബലഹീനമാണ്, നമ്മുടെ ശരീരം അനേക രോഗങ്ങൾ ഉണ്ടാകുന്നതാണ്, അനേക ബലഹീനതകളുള്ളതായ ശരീരമാണ്, അനേക പ്രയാസങ്ങളുള്ളതായ ശരീരമാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ശരീരത്തിന് പലവിധ താഴ്ചകളുണ്ടെന്നാണ് പറയുന്നത്. As we know that our body is weak body. Our body is a dishonor body. Praise the Lord. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ബലഹീനമായ ശരീരമാണ്. ഇത് ക്ഷയമുള്ളതായ ശരീരമാണ്. ഈ ക്ഷയമുള്ളതായ ശരീരത്തിന്, ഈ ബലഹീനമായ ശരീരത്തിന് ഒരു മാറ്റം ഉണ്ടായി ഒരു പുതിയ ശരീരം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ദൈവം മരണത്തെ നിയമിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. മരണം കൊണ്ടുള്ള മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷയമായിരിക്കുന്ന ശരീരം, നമ്മുടെ ബലഹീനമായിരിക്കുന്ന ശരീരം, നമ്മുടെ രോഗമയമായിരിക്കുന്ന ശരീരം, നമ്മുടെ ബലമില്ലാത്ത ശരീരം, ഇതിന് മാറ്റമുണ്ടായിട്ട് ഒരു ക്ഷയമില്ലാത്ത ശരീരത്തെ ഞാനും നിങ്ങളും പ്രാപിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? മരണത്തെ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം മുമ്പ് കണ്ടല്ലോ, നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ എന്തു ചെയ്യണം? സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കണം. മണ്ണുകൊണ്ടുള്ളതാണ് എൻ്റെ ശരീരം. ആ പ്രതിമ ധരിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ക്ഷയമുണ്ട്, നമ്മുടെ ശരീരത്തിൽ ബലഹീനതകളുണ്ട്, നമ്മുടെ ശരീരത്തിൽ താഴ്ചകളുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ വീഴ്ചകളുണ്ട്. എന്നാൽ സ്വർഗീയൻ്റെ ശരീരത്തെപ്പറ്റി ദൈവത്തിൻ്റെ സ്വർഗീയ ശരീരത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നത് എപ്രകാരമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാൽ മാത്രം മതി. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകുന്നതായ സമയത്ത് ഗലീല പുരുഷന്മാർ എന്ത് ചെയ്തു? ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നവരോട് ദൂതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്നാണ്. ലൈക്ക് എ മാനർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം എപ്രകാരമായിരുന്നുവോ, അത് എപ്രകാരം നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുവോ അതേപോലെ അവൻ തിരിച്ചു വരുമെന്നുള്ളതാണ്. ലൈക്ക് എ മാനർ യു വിൽ സീ ക്രൈസ്റ്റ് അഗെയിൻ. സ്വർഗത്തിലേക്ക് എങ്ങനെ യേശു പോയി, അല്ലെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നുവോ ആ പ്രത്യേകതകളോടുകൂടിയ അതേ പ്രതിമ ധരിക്കേണ്ടവനാണ് നാം എന്ന് കൊരിന്ത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് സ്വർഗീയൻ്റെ പ്രതിമയെ നാം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ തന്നെ നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? മരണത്തെ നിയമിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഭക്തനായിരിക്കുന്ന ഇയ്യോബ് പ്രൈസ് ദി ലോർഡ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രത്യാശ, യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ പ്രത്യാശ അവൻ അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്താണ് ഇയ്യോബ് അവിടെ പറയുന്നത് അറിയാമോ? ഇയ്യോബ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തൻ്റെ പ്രത്യാശ പങ്കുവെക്കുമ്പോൾ 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അവൻ അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, അവൻ പറയുന്നത് ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്, 15-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അവൻ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. 19-ാം അധ്യായം അതിൻ്റെ 14 അല്ല 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. എൻ്റെ വീണ്ടെടുപ്പ്
വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അടുത്തത് 26. എന്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് കർത്താവിനെ കാണുമെന്ന. ദാറ്റ് വാസ് ദ ഹോപ്പ് ഓഫ് ജോബ്. Job is saying here, maybe my flesh is weak. Maybe my body will decay. But I will see God with my own eye. അവൻ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, എൻ്റെ ത്വക്ക് ക്ഷയിക്കും, പക്ഷെ ഞാൻ ദേഹസഹിതനായിട്ട് ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണാൽ കാണുമെന്ന് പറയുന്നത്. ഐ മൈസെൽഫ് വിൽ സീ ദ ഗോഡ് വിത്ത് മൈ ഓൺ ഐ. നോക്കണമേ, നമുക്കറിയാം യോബ് കാലത്തിന്റെ മുമ്പിൽ മരിച്ച് അടക്കപ്പെട്ടവനാണ്. യോബ് എന്ന് പറയുന്നവൻ അബ്രഹാമിന് സമകാലികനാ. നോക്കണമേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന യോബിനൊരു പ്രത്യാശയുണ്ട്. ഞാൻ മരിച്ച് എൻ്റെ ശരീരം ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണുമെന്ന. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത്, praise the Lord, long ago he lived on this earth and we know that Job died. Praise the Lord. Hallelujah. But when he was living on earth, he had a hope. അവനൊരു പ്രത്യാശയുണ്ടായിരുന്നു. What was his hope? Here word of God says, I will see my God with my own eye. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണും. That is the hope of Job. ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണുമെന്നുള്ളതായ പ്രത്യാശ. അതുതന്നെയാണ് ഇവിടെ കൊരിന്ത്യ ലേഖനക്കാരൻ പറയുന്നത്. നമ്മുടെ ബോഡി ക്ഷയിക്കുന്നതാണ്, നമ്മുടെ ബോഡി ഡീകമ്പോസ്ഡ് ആകുന്നതാണ്, നമ്മുടെ ബോഡി ഡീക്കേ ആകുന്നതാണ്, നശിച്ചു മാറ്റപ്പെടുന്നതാണ്. എന്നാൽ എനിക്കുള്ള ഒരു പ്രത്യാശ ഇതാണ്. പ്രൈസ് ദി ലോർഡ്. വൈ ഗോഡ് അപ്പോയിന്റഡ് ഡെത്ത് ഫോർ മാൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ദൈവം മരണം മനുഷ്യനായി നിയമിച്ചെന്നറിയാമോ? നമ്മുടെ ഈ പാപമംഗുലമാകുന്ന ശരീരത്തിന് മാറ്റമുണ്ടായി. നമ്മുടെ രോഗങ്ങൾ നിറഞ്ഞ ശരീരം മാറി ഒരു പുതിയ ശരീരം ദൈവജനമേ എനിക്കും നിങ്ങൾക്കും നൽകണം എന്നുള്ളതായ വലിയ പദ്ധതിയോടുകൂടിയാണ് ദൈവം എന്ത് ചെയ്തത്? മരണത്തെ നിയമിച്ചത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്കറിയാം മരണം കൊണ്ടുള്ള നേട്ടങ്ങളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടത്? ആ പ്രൈസ് ദി ലോർഡ്, ഞാനും നിങ്ങളും ഒരിക്കൽ മരിക്കും എന്നുള്ളത് നിശ്ചയം തന്നെയാ. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ബൈബിൾ സേസ് അബൌട്ട് ദ ഗെയിൻസ് ഓഫ് ഡെത്ത്. പ്രൈസ് ദി ലോർഡ്. വാട്ട് ആർ ദ ഗെയിൻസ് ഓഫ് ഡെത്ത്? മരണം കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവർ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. The word of God, ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ക്ഷയമില്ലാത്തതായ, വീക്ക്നെസ്സുകൾ ഇല്ലാത്തതായ, പ്രൈസ് ദി ലോർഡ്, ഡിസോണറായ നമ്മുടെ ശരീരം മാറി ഒരു പുതിയ ശരീരം ഞാനും നിങ്ങളും പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശമാണ് ദൈവം മരണത്തിന് പിന്നിൽ വെച്ചിരുന്ന മൂന്നാമത്തെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും മരണത്തെ ഭയപ്പെടുന്നതായ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും പ്രൈസ് ദി ലോർഡ് മരണത്തെ ഭയപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ഇതിനൊരു പിന്നിലുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു വ്യക്തി പറഞ്ഞതുപോലെ നാം മരിക്കും
എന്ന് നമുക്കറിയാം എന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കാതിരിക്കുന്നില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നാളെ ഞാൻ മരിക്കുമെന്നും പറഞ്ഞ് ജീവിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മരണം മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കി യാത്രകൾ ചെയ്യുന്നവരുണ്ട്. ജോലി കാര്യങ്ങൾ നാം ചെയ്യുന്നു, ബിസിനസ്സുകൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്തു കൂട്ടുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലുള്ളതായ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് നാം ഈ ലോകത്തിൽ ജീവിച്ചാൽ നമുക്ക് പ്രൈസലോ മരണത്തെ പേടിക്കേണ്ടതായ കാര്യമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞത്. പ്രൈസലോ, അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തലൻ അവിടെ പറയുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ എന്തിന് ജീവിക്കുന്നു? നിങ്ങൾ നിമിത്തം ജീവിക്കുന്നു. അടുത്തത് എന്താണ് പറയുന്നത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത പറയുന്നു, എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ബന്ധുക്കളെ ഓർത്തുകൊണ്ട്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. പ്രൈസ് ഫിലിപ്പിയിലെ സഭയോട് പറയുന്നു, നിങ്ങൾ നിമിത്തം ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത് ഉത്തമമാ, എനിക്കത് ഹല്ലേലൂയ നല്ലതാണെന്ന് പറയുന്നു. കാരണം എന്താണെന്നറിയാമോ? തന്നിലുള്ളതായ ആ സുവിശേഷത്തിൻ്റെ വ്യഗ്രത, നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ആത്മീക ഭാരത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ആവശ്യമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പറയുവാൻ ഒരു പ്രാഗൽഭ്യമുണ്ടോ? ഞാൻ ജീവിക്കുന്നത് മറ്റൊരാൾ നിമിത്തമാണ് എന്ന്. ഞാൻ ജീവിക്കുന്നത് സുവിശേഷത്തെ കുറിച്ചുള്ള എൻ്റെ ഭാരം നിമിത്തം ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? സുവിശേഷം ഉള്ളിൽ തന്ന വേദന നിമിത്തം മറ്റുള്ളവർക്ക് വേണ്ടി, അവരോട് സുവിശേഷം പങ്കുവെക്കുവാൻ വേണ്ടി, അവരോട് കർത്താവിനെ പറ്റി പറയുവാൻ വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇവിടെ ആ ചിന്തയിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്യുത്തമമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത്യുത്തമം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. പക്ഷേ അതേ പൗലോസ് അപ്പോസ്തലൻ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് പകൽക്കാലം നാം ചിന്തിച്ചത് ഇതാണ്. വാട്ട് ആർ ദ ഗെയിൻസ് ഓഫ് ഡെത്ത്? ഡെത്ത് കൊണ്ടുള്ളതായ നേട്ടങ്ങൾ എന്താണ്? പ്രൈസ് ദി ലോർഡ്. മരണം കൊണ്ടുള്ളതായ നേട്ടങ്ങൾ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണം വെറും നെഗറ്റീവ് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയപരവശരാകുന്ന നാം, നമ്മുടെ ഉള്ളിൽ മരണത്തെ പറ്റി ഒരു നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ, ദൈവത്തിന്റെ വചനം ഒരു നെഗറ്റീവിനെക്കാട്ടിൽ അപ്പുറം നൽകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതിനകത്തൊരു പ്രത്യാശയുണ്ടെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ലേ പ്രൈസ് ദി ലോർഡ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലേ 116-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? ഹല്ലേലൂയ. അതല്ലേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാരെന്നാ.
പ്രൈസലോ, ആരും പേടിക്കരുത്. പ്രൈസലോ, ഹല്ലേലൂയ. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാരെന്ന. പ്രൈസലോ, ചിലർ ചിന്തിക്കും എന്തിനാണ് പ്രൈസലോ ഈ സഭായോഗത്തിൽ ഈ മെസ്സേജ് പറയേണ്ടത്? സഭായോഗത്തിൽ പറയണം, ജനം മനസ്സിലാക്കണം, തിരിച്ചറിയണം. പ്രൈസലോ, ഹല്ലേലൂയ, ഈ സത്യം മനസ്സിലാക്കണം. പ്രൈസലോ, ഇത് ഹല്ലേലൂയ കേവലം പ്രൈസലോ, ഹല്ലേലൂയ, പ്രൈസലോ, ഹല്ലേലൂയ മറ്റു ചില സാഹചര്യങ്ങളിൽ പ്രസംഗിക്കപ്പെടേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസലോ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, പ്രൈസലോ, നാം ചിന്തിക്കുവാനിടയായി തീർന്നത് മരണം കൊണ്ടുള്ളതായ നേട്ടങ്ങൾ. ഒന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് പ്രൈസലോ, ഹല്ലേലൂയ, നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കണം. വൺ ഓഫ് ദ benefits we have through the death is that we should wear the heavenly image, the image of God. Praise the Lord, hallelujah, heavenly image. Second, what is the benefit or what is the gain of the second gain of death is to inherit the kingdom of God. ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ മരണം അനിവാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, flesh and blood cannot inherit the kingdom of God. മാംസരക്തങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റത്തില്ല? ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയത്തില്ല. മൂന്നാമത്തെ പോയിന്റ്, പ്രൈസലോ, ടു അറ്റൈൻ എ ബോഡി വിത്തൗട്ട് ഡിക്കേ. പ്രൈസലോ, ടു അറ്റൈൻ എ ബോഡി വിത്തൗട്ട് ഡിക്കേ. ക്ഷയമില്ലാത്ത ഒരു ശരീരം പ്രാപിക്കണമെങ്കിൽ നാം മരണത്തെ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആരെങ്കിലും മരണഭയത്താൽ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രൈസലോ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മരണഭയം നിങ്ങളെ വിട്ടുമാറണം. കാരണം എബ്രായ ലേഖനക്കാരൻ അതാണ് ആഗ്രഹിക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തൻ്റെ മരണത്താൽ പിശാചിനെ മാറ്റി ജീവപര്യന്തം മരണഭയത്തിലായിരുന്നവരെയൊക്കെയും എന്ത് ചെയ്തു? വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയം നമ്മളെ കീഴ്പ്പെടുത്തരുത്, മരണഭയം നമ്മളെ കീഴ്പ്പെടുത്തരുത്. മരണത്തെപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെട്ട് എൻ്റെ അന്ത്യം എങ്ങനെയാണെന്ന് ചിന്തിച്ചു വറീഡായിക്കൊണ്ട് നിന്റെ ജീവിതത്തെ തള്ളി നീക്കണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, there are some gains through the death. There are some gains through the death. Praise the Lord. നിനക്ക് ചില നേട്ടങ്ങളുണ്ട് മരണത്തിലൂടെ. ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും മരണഭയത്തിലായിരിക്കാം. ഞാൻ പറയട്ടെ, ഭാരപ്പെടേണ്ട കാര്യമില്ല. മരണത്തിലൂടെ നിനക്ക് ലഭിക്കാൻ പോകുന്ന ചില നേട്ടങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക. പ്രൈസലോ, ഒന്നാമത്തെ നേട്ടമെന്ന് പറഞ്ഞത്, മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ നീ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കണം. അതിന് നീ മരണം അനിവാര്യമാണ്. അടുത്ത സെക്കൻഡ് പറയുന്നത്, ദൈവരാജ്യം അവകാശമാക്കണം. കാരണം നാം ഇരിക്കുന്നതായ ജഡശരീരം കൊണ്ട്, മാംസരക്തങ്ങളോട് കൂടിയ ഈ ശരീരം കൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ ജഡശരീരത്തിനൊരു മാറ്റമുണ്ടാകണം, ഈ മാംസരക്തങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നീ ഹല്ലേലൂയ ദൈവരാജ്യത്തെ അവകാശമാക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മൂന്നാമത്, പ്രൈസ് ദി ലോർഡ്, ക്ഷയമുള്ളതായ നമ്മുടെ ശരീരത്തിന് മാറ്റമുണ്ടാകണം. ക്ഷയമില്ലാത്തതായ, രോഗമില്ലാത്തതായ, വേദനയില്ലാത്തതായ, ഭാരമില്ലാത്തതായ, ഡീകമ്പോസിഡ് ആകാത്തതായ, മോർട്ടലായിരിക്കുന്നത് ഇമ്മോർട്ടലായിട്ട് മാറണം. കറപ്റ്റഡായിരിക്കുന്നത് ഇൻകറപ്റ്റഡ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ളതായ വചനം നിവർത്തിയാകും. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.